മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ ബഹുമുഖ പ്രതിഭകളുടെ വേറിട്ട വഴികളിലൂടെ, കലാവഴികളിലൂടെ ഒരു സ്നേഹ സൗഹൃദ യാത്ര, കാവ്യസൗഹൃദം. അക്ഷരം തൊട്ട സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന ഈ സൗഹൃദ വേദിയിൽ കഴിഞ്ഞ വാരം അതിഥിയായി ഉണ്ടായിരുന്നത് ചിത്രകലാരംഗത്തും ശില്പകലാരംഗത്തും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച രവീന്ദ്രൻ തൃക്കരിപ്പൂരാണ്. അദ്ദേഹത്തിന്റെ കലാവഴികളിലൂടെ, ചിത്രകലാ വഴികളിലൂടെ നമുക്ക് ഈ അധ്യായത്തിലും സഞ്ചരിക്കാം. കാവ്യ സൗഹൃദ വേദിയിലേക്ക് ഒരിക്കൽ കൂടി രവീന്ദ്രൻ തൃക്കരിപ്പൂരിന് സ്നേഹസ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അങ്ങയുടെ ശില്പകല രചനയുടെ കുറെ അനുഭവങ്ങൾ പങ്കിടുകയുണ്ടായി. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പെരിയാരം മെഡിക്കൽ കോളേജിലത്തെ അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തെ പറ്റിയാണ്. അവിടെയാണ് ഒരുപക്ഷെ ദീർഘകാലം ഒരു സ്ഥലത്ത് തന്നെ സർഗാത്മകമായിട്ടും ഔദ്യോഗികപരമായിട്ടും ജീവിതം സഞ്ചരിച്ചിട്ടുള്ളത് അല്ലേ? അതെ അതെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങയുടെ ആ ഹൃദയത്തിന്റെ രൂപം. അതായത് നമ്മുടെ ഹൃദയാലയത്തിന് മുമ്പിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൃദയശില്പം. ഒരുപക്ഷെ അങ്ങയ്ക്ക് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയ ആ ശില്പം, അത് അങ്ങനെ ഒരു ശില്പരചനയിലേക്ക് അങ്ങേ എത്തിച്ച അവിടുത്തെ അനുഭവം പറയാം. അതിന് കാരണം അനാട്ടമിയില് ഹൃദയങ്ങളൊക്കെ ഉണ്ടാക്കണം, എല്ലാ പെസിമെന്റ്സും മുഴുവൻ ഉണ്ടാക്കണം. അപ്പൊ ഹൃദയം ഒരു ഫീറ്റസിനകത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നത് മുതൽ, അതായത് വളരെ മൈക്രോ ലെവലിൽ നിന്ന് ആ ഹൃദയമായി മാറുന്നത് വരെയുള്ള വിവിധ സ്റ്റേജുകളെ കുറിച്ച് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഈ ഹൃദയം ഇത്ര ഭയങ്കര സംഭവമാണല്ലോ എന്നുള്ള ഒരു കൗതുകവും വിജ്ഞാനവും ഒക്കെ അതിൽ വന്നപ്പോൾ എനിക്കൊരു വലിയൊരു ഹൃദയം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അങ്ങനെ പെരിയാരം മെഡിക്കൽ കോളേജിലെ അന്നത്തെ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, തീർച്ചയായിട്ടും രവീന്ദ്രൻ ചെയ്താൽ ഒരാരെയും പറ്റുമെങ്കിൽ സ്പോൺസർ ചെയ്യിപ്പിക്കാൻ സാധിക്കാൻ നന്നായി, കുറച്ച് തുക ആരിൽ കിട്ടുമല്ലോ. അങ്ങനെ സ്പോൺസർ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആ ശില്പം ചെയ്തത്. അത് ടോട്ടൽ 32 ഫീറ്റ് ഹൈറ്റ്, ഹൃദയത്തിന് മാത്രം 16 ഫീറ്റ് ഹൈറ്റ്. വലിയൊരു വട്ടത്തിന്റെ നടുവിലായിട്ട് നിൽക്കുന്ന ദിശാബോധിനികളുടെ ബോധിനിയും അതിന് മുകളിൽ ഒരു മകുടവും അതിന്റെ മുകളിൽ 2 കൈക്കുമ്പിളിലാണ് ഈ ഹൃദയശില്പം നിൽക്കുന്നത്. അത് ചെയ്ത് പൂർത്തീകരിക്കാൻ ശരിക്കും 3 വർഷം എടുത്തു. പക്ഷെ ആദ്യത്തെ വർഷം 3 മാസം വർക്ക് ചെയ്ത് അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് വർഷവും അതുമാതിരി 3 മാസം വർക്ക് ചെയ്ത് അവസാനിപ്പിച്ചു. പിന്നത്തെ 3 മാസം കൊണ്ട് വർഷത്തെ 3 മാസം കൊണ്ട് അത് ഫിനിഷ് ചെയ്തു. അതിലെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്? അതിൽ ഉപയോഗിച്ചത് മുഴുവൻ കോൺക്രീറ്റ് ആണ്. 8 mm കമ്പി, 12 mm, അതുപോലെ 18, 22 mm കമ്പി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം അത് ഇത്രയും വലിയൊരു ശില്പം കൈക്കുമ്പിളിൽ നിർത്തിക്കണമെങ്കിൽ അതിന് സെൻട്രൽ ഒരു ഫില്ലർ മാത്രമാണുള്ളത്, റൗണ്ട് ഫില്ലർ. അപ്പൊ അന്ന് മെഡിക്കൽ കോളേജ് എഞ്ചിനീയേഴ്സ് ഒക്കെ എന്നെ കളിയാക്കിയിരുന്നു, ഈ ശില്പം ഇതിന് മുകളിൽ നിൽക്കില്ല, ബാലൻസ് കിട്ടില്ല. പക്ഷെ ഞാനത് ഒരു ഫില്ലറിൽ തന്നെയാണ് ചെയ്തത്. അതിന് അടിവശത്ത് ഈ ടോട്ടൽ വെയിറ്റ് താങ്ങത്തക്ക രീതിയിൽ ഉള്ള സംവിധാനം ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അത് പൂർണ്ണമായും കോൺക്രീറ്റ് ശില്പമാണ്. 3 വർഷം 3 വർഷത്തിൽ ശരിക്കും 9 മാസം. അതിന്റെ 9 മാസം 3 വർഷത്തെ സാലറി 9 മാസം വർക്ക് ചെയ്തു. അതെ. എങ്ങനെയാ അതിനെ അംഗീകരിക്കപ്പെട്ടത്? അതിന് കിട്ടിയ അംഗീകാരം നമുക്ക് ലിംഗോ ഓഫ് റിക്കാർഡ് കിട്ടി. പിന്നെ മാധ്യമങ്ങൾ നന്നായി കവർ ചെയ്തു. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു അതിന്റെ ഉദ്ഘാടകനായിരുന്നത്. പിന്നെ നമുക്ക് ഗിന്നസ് വേൾഡിലേക്ക് അത് പോയി. ഗിന്നസ് വേൾഡിൽ തന്നെ ലെറ്റർ വന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം ഇത് തന്നെയാണ്. ഗിന്നസ് വേൾഡ് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ബ്രിട്ടനിലുള്ളത് സ്റ്റീലിനെ കൊണ്ടുണ്ടാക്കിയ 11 ഫീറ്റ് വലിപ്പമുള്ള ശില്പമാണ്. അതുപോലെ ഈ കോൺക്രീറ്റ് മാറ്റി സ്റ്റീലിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നും കൂടി ഉള്ള ഒരു ലെറ്റർ ബ്രിട്ടനിൽ നിന്ന് എനിക്ക്. ഇത് 32 ഫീറ്റ്. 16 ഫീറ്റ് ഹൃദയം മാത്രം. ലണ്ടനിൽ ശില്പം വരുമ്പോൾ മറ്റേത് ലോകത്തിൽ ഇപ്പം ഗിന്നസ് വാങ്ങിയത് 11 ഫീറ്റ് മാത്രമേ ഉള്ളൂ. ഫീറ്റ് ഇത് 16, 5 ഫീറ്റ് അധികം വലിപ്പം.
അതുപോലെ അങ്ങയുടെ ഈ മെഡിക്കൽ കോളേജിൽ മ്യൂസിയത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ മനുഷ്യ ശരീര മോഡലുകളുടെ, അപ്പൊ അതിന്റെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം. എന്താണ് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്? എന്താണ് മെറ്റീരിയൽസ്? നമുക്ക് ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. റബ്ബർ ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നതൊക്കെ തന്നെയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരിസ്, ഫൈബർ ഗ്ലാസ്, ഇതുപോലുള്ള വിവിധ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. കാരണം ഒരുവിധ മെറ്റീരിയൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കും. പക്ഷെ അതിന്റെ കൗതുകം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റൊമക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഫീറ്റസിനകത്ത് ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്റ്റൊമക്ക് നമ്മൾ ഇന്ന് കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ല സ്റ്റൊമക്ക്. അതുപോലെ പാൻക്രിയാസ് ആയാലും ലിവർ ആയാലും ഓരോ അവയവങ്ങളും ഈ ഫീറ്റസിനകത്ത് വളർന്നു വരുന്ന ഒരു സംഭവമുണ്ട്. എന്നിട്ട് നമ്മൾ നട്ടിൽ പോലും ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൂക്ഷ്മദർശിനിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കൗതുകമാണ്. അത് ഓരോ കളറുകൾ ഇങ്ങനെ മാറി 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 വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ ഈ അവിടുത്തെ വിവിധ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വിവിധ ശില്പങ്ങൾ തിരുവനന്തപുരത്തും വിവിധ കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജിലെയും ഫോറൻസിക് ശില്പങ്ങളൊക്കെ മോഡൽസ് ഒക്കെ ഞാൻ ചെയ്തതാണ്. വെള്ളത്തിൽ വീണ് മരിച്ചാൽ എങ്ങനെയാണ് തിരിച്ചറിയാം, കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയാൽ എങ്ങനെയാണ് തിരിച്ചറിയാം. ഈ സിനിമാ ഫീൽഡിലൊക്കെ അത് ഉണ്ടല്ലോ നമ്മൾ. അപ്പൊ അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമയുടെ വർക്കിന്റെ സമയത്തോ മറ്റും ആ രീതിയിലുള്ള ഏതെങ്കിലും മോഡലുകളോ അല്ലെങ്കിൽ കലാസംവിധാനത്തിന്റെ സമയത്തോ മറ്റും? ഇല്ല, സിനിമയിലെ കലാസംവിധാനത്തിന് വേണ്ടി വിളിച്ചിരുന്നു. അത് വർഷങ്ങളായി ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കലാസംവിധാനവും അതുമാതിരി ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് പോലും വിളിച്ചിട്ടുണ്ടായി. പക്ഷെ അത് ഇങ്ങനെ ആകമാനം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകുന്നു പറയാൻ കഴിയില്ല. ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത വർക്കുകളിൽ ഒരുപക്ഷെ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴെങ്കിലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും അനുഭവങ്ങളുണ്ട്? ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കത്തി കൊണ്ട് നമ്മുടെ നെഞ്ചിന് കുത്തി. ആ കത്തി ഏതൊക്കെ റിബിന്റെ ഇടയിൽ കൂടി കയറിപ്പോയി. അങ്ങനെ ആ ഇന്ന റിബിന്റെ ഇടയിൽ കൂടി പോകുമ്പോൾ അത് ലിവറാണോ കട്ട് ചെയ്യുക, നമ്മുടെ ഹൃദയമാണോ കട്ട് ചെയ്യുക, പാൻക്രിയാസ് ആണോ കട്ട് ചെയ്യുക, എന്താണ് എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള സംഭവമുണ്ട്. അതൊക്കെ ഫോറൻസിക്കിന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പോലീസുകാരൊക്കെ വന്നാൽ അത്തരം കാര്യങ്ങൾ കാണും. അവർക്കും അത് നല്ല പഠന സംബന്ധമായ മോഡലുകളാണ്. നിരവധി അനുഭവമുണ്ട്. അതൊക്കെ ഈ കുറ്റാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അങ്ങനെ ഓപ്പണായി പറയാൻ പറ്റില്ല എന്നൊരു പരിമിതിയുണ്ടാവും. ഈ പോലീസ് സർജനായിരുന്നു എന്നെ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ, DME ആയിരുന്ന പോലീസ് സർജൻ, ഇവരൊക്കെ വളരെ വളരെ മെഡിക്കൽ മേഖലയിലുള്ള ഒരുവിധം ഡോക്ടർമാരൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് ഈ ഡോക്ടർമാരുമായിട്ടാണ്. ലളിതകലാ അക്കാദമിയിലെ അംഗമായിട്ട് നീണ്ട 6 വർഷം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ആ ഒരു അനുഭവവും ഒപ്പം ഈ പറഞ്ഞതുപോലെ സാഹിത്യ കലാരംഗത്ത് ചിത്രകലയും ശില്പകലയും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് കണക്ട് ചെയ്യപ്പെടുന്ന സാഹിത്യ രംഗത്തെ പ്രശസ്തരുമായിട്ടും ഒരു ബന്ധം ഉണ്ടാവും. ഒരുപാട് കേരളത്തിലെ എഴുത്തുകാരുമായിട്ടും സാഹിത്യകാരന്മാരായിട്ടും വല്ലാത്തൊരു ആത്മബന്ധം പുലർത്താൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് KT മുഹമ്മദിനെ പോലുള്ള, പവനെ പോലുള്ള അങ്ങനെ ഒരുപാട് പേര്. ആ അനുഭവങ്ങൾ നമുക്കൊന്നുണ്ട്. അതൊക്കെ വലിയൊരു അനുഭവമാണ്. കാരണം അതൊക്കെ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ KT മുഹമ്മദ് സാറിന്റെ കൂടെ ഒരു 6 മാസം ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം കേരള സംഗീത നാടക അക്കാദമിയുടെ നാടൻകലാ മ്യൂസിയത്തിൽ ഈ ഉത്തര മലബാറിലെ തെയ്യങ്ങളുടെ ശില്പങ്ങളൊക്കെ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കി ഞാനാണ്. അതുമായി ബന്ധപ്പെട്ട് KT മുഹമ്മദ് സാറ്, MN കുറുപ്പ് അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ താമസിച്ചു. ഫൈൻ ആർട്സ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ പവനൻ സാർ, അന്ന് സാഹിത്യ അക്കാദമിന്റെ സെക്രട്ടറി പവനൻ സാറായിരുന്നു. 6 മാസം സാറിന്റെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരുമേൽ, അന്ന് എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എരുമേൽ സാർ പറഞ്ഞു, രവീന്ദ്രൻ ഞാൻ കാസർഗോഡേക്ക് പോകുന്നുണ്ട്, എന്റെ വണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞാൽ സാറിന്റെ വണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരാറ്. അങ്ങനെ എരുമേൽ സാറിന്റെ കൂടെ ഒരുപാട് നാളുകൾ. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ലോകം എന്നുള്ള ബുക്കിന്റെ കവർ ഡിസൈൻ ഉൾപ്പെടെ ഒരുപാട് പുസ്തകങ്ങളുടെ, ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്തു. രാമായണ 24 പുസ്തകം, പിന്നെ വത്സ്യന്റെ ഒരുപാട് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഈ സാഹിത്യ അക്കാദമിയുടെ ബുക്കായിട്ടുള്ള സാഹിത്യ ലോകത്തിന്റെ കവർ ഡിസൈൻ ഉൾപ്പെടെ ഞാൻ തന്നെയായിരുന്നു. സാഹിത്യലോകത്തിന്റെ ഒരു കാലത്ത് കവർ മിക്കതും ശില്പങ്ങളുടെ കവറാണ്, ശില്പങ്ങളുടെ ഇതാണ് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതെ, അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ തന്നെ. അതുമാതിരി സാഹിത്യ അക്കാദമിക്ക് അല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ കവർ ഡിസൈൻ ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. ഈ ലളിതകലാ അക്കാദമിയുടെ അംഗം എന്നുള്ള രീതിയിൽ അന്നത്തെ ഒരു പ്രവർത്തനം
തീർച്ചയായിട്ടും കേരള ലളിതകലാ അക്കാദമിയുടെ അംഗം എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ ഏറ്റവും നല്ലൊരു ദാരുശില്പ 10 വർഷം നീണ്ടു നിന്ന നാഷണൽ ലെവലിലുള്ള ഒരു ദാരുശില്പ ക്യാമ്പാണ് കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ നടത്തിയത്. അത് ഇന്ത്യയിലെ പ്രമുഖ ശില്പികളെ പങ്കെടുപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിമംഗലം ബംഗല ഗ്രാമം എന്നറിയപ്പെടുന്ന ലോകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ് ഈ കുഞ്ഞിമംഗലം. അവിടെ ഈ ബംഗല ശില്പകല ക്യാമ്പ് അതിൻ്റെ ഡയറക്ടർ ഞാൻ തന്നെയായിരുന്നു. ഞാൻ തന്നെ വളരെ ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ അതിന് വലിയ തുക ചെലവായിക്കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ലളിതകലാ അക്കാദമിയിലെ അംഗമായിട്ടുണ്ടാവും ഒന്നായിരുന്നു അധ്യക്ഷൻ അന്ന് നേമം പുഷ്പരാജ് സാറായിരുന്നു. സിനിമ രംഗത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം സാഹിത്യ അക്കാദമിയും ചലച്ചിത്ര അക്കാദമിയും അല്ലെങ്കിൽ സംഗീതാട അക്കാദമിയും ഒക്കെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാദമിയാണ് ഫോക്ലോർ അക്കാദമിയും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അക്കാദമി ലളിതകലാ അക്കാദമി. പക്ഷേ ഈ സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും സംഗീതാട അക്കാദമിയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റി അംഗങ്ങൾക്കോ അതിലെ അംഗങ്ങൾക്കോ ഒക്കെ കിട്ടുന്ന ഒരു താരപരിവേഷം എന്ന് തന്നെ ഞാൻ പറയുന്നു. അത് ലളിതകലാ അക്കാദമിയിലെ അംഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ, അങ്ങ് അതിലെ അംഗമായി? അതിൽ ചെറിയൊരു വിഷയമുണ്ട്. അതല്ലാതെ കേരള ലളിതകലാ അക്കാദമി അംഗങ്ങൾക്കും ഇപ്പം ഞാൻ തന്നെ ഇപ്പം ലളിതകലാ അക്കാദമിയിലെ മെമ്പറായിരിക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമിന്റെ മെമ്പറായിരുന്നു. പിന്നീട് ഞാൻ കേരള കലാമണ്ഡലത്തിന്റെ മെമ്പറായിരുന്നു. നമ്മളെ കേരള ലളിതകലാ അക്കാദമിയിൽ തന്നെ ഫിലിം അക്കാദമി. അതെ 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 അല്ല, അത് സമൂഹം മാറ്റേണ്ട ഒരു വിഷയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ മാറ്റേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഫിലിം ഫീൽഡിലെ ആളുകൾക്ക് മാത്രം വലിയൊരു, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രയോഗത്തിൽ നിൽക്കുന്നു എന്നത് ഒരു ഭാഗത്തുണ്ട്. മറ്റേ ഈ സാഹിത്യവും ചിത്രശില്പങ്ങളും എടുത്തു നോക്കിയാൽ അത് എഴുതുകയാണെങ്കിൽ ഇത് ശില്പമായി മാറുമ്പോൾ ആ സാഹിത്യ വരികളെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി എത്രമാത്രം സമയം ഉപയോഗിക്കണോ അതിൻ്റെ 10ൽ 1 ഭാഗം പോലും സമയം ഒരു ശില്പത്തിന്റെ കഥ കേൾക്കാൻ വേണ്ടി നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഡെപ്ത് ഓഫ് സത്ത ശില്പത്തിന്റെ ചിത്രത്തിനകത്താണ് ഉള്ളത്. അത് തിരിച്ചറിയാനുള്ള എന്താ പറയാ, പിന്നെ അതിൽ വലിയൊരു വിഷയം ഈ ശില്പികൾക്കും ചിത്രകാരന്മാർക്കും ഈ നാക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് വലിയൊരു വിഷയം. പ്രവൃത്തിയിലാണ് അധികം പറയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു വിഷയമാണ്. കാരണം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു മാധ്യമ സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് പൊതുവെ സദസ്സുകളിൽ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മോഹൻലാൽ സാർ ഇവിടെ കണ്ണൂര് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് അതിൽ മൂന്നൻ സാറൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കാനായി സാറിനെ ക്ഷണിച്ചില്ല? കാനായി സാർ കേരളത്തിലെ വളരെ ഏതൊരു കുട്ടിക്കും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ശില്പിയാണ്. അദ്ദേഹത്തെയും കൂടി ക്ഷണിക്കണ്ടേ? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി? സാഹിത്യമുണ്ട്, അഭിനയമുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ശില്പി എന്നുള്ള കാര്യം അതിൽ പങ്കാളിയാക്കിയില്ലല്ലോ. അതൊക്കെ ഒരു അതുപോലെ തന്നെ അങ്ങയുടെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലെ പല വിദ്യാലയങ്ങളിൽ അങ്ങ് ചിത്രകലാ അധ്യാപകനായിട്ട് കരകൗശല അധ്യാപകനായിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളും ഏതൊക്കെ വിദ്യാലയങ്ങളായിരുന്നു അങ്ങയുടെ സേവനം ഉണ്ടായിരുന്നു? കരകൗശലല്ല, ഡ്രോയിങ് ടീച്ചർ. രണ്ട് ക്രാഫ്റ്റ് ടീച്ചർ വേറെ, ആർട്ട് ടീച്ചർ വേറെ. അല്ല, ക്രാഫ്റ്റ് ടീച്ചർ അല്ല, ആർട്ട് ടീച്ചറാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടുണ്ടായത് ബ്ലാന്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ടീച്ചറായിട്ടുണ്ടായത്. അവിടുന്ന് മലയോരം, അതെ, ആദ്യത്തെ ടീച്ചർ. അവർ തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 മാസം മുൻപ് ആദരിച്ചു. എനിക്ക് തന്നെ വിദ്യാർത്ഥികൾ തന്നെ എന്റെ വിദ്യാർത്ഥികൾ വയസ്സന്മാരായി. ആരും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. അപ്പോ പിന്നീട് ഞാൻ ഉണ്ടായത് മുള്ളേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പിന്നെ TTC കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ഗവൺമെന്റ് TTC കണ്ണിവേലാണ്. ആ കണ്ണിവേൽ ടീച്ചറായിട്ട് 1.5 വർഷം ഉണ്ടായി. അവിടെ നിന്ന് ആണ് ഞാൻ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. ഒരുവിധം അറേബ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പോയിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് സ്കൂളിൽ പിന്നീട് വർക്ക് ചെയ്തത്. പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് രണ്ടാമത് വന്ന ശേഷം വീണ്ടും സ്കൂളിൽ വർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പെരിയാർ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പെരിയാർ മെഡിക്കൽ കോളേജ്. ഈ അധ്യാപകനായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയേണ്ടത്, വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ചതിന്റെ ഒരു മധ്യവരായികയായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു അക്കാദമിയിലേക്ക്, ഈ ശില്പകലാ അക്കാദമിയിൽ വീണ്ടും കുട്ടികളെ ചിത്രവും ശില്പവും പരിശീലിപ്പിക്കുന്ന ഒരു സങ്കേതത്തിലേക്ക് എത്തിച്ചേരാൻ. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം ഞാൻ കാണുന്നത് ചിത്രശില്പകലകളെ കുറിച്ച്. ഇപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്ന 52 വിഷയമാണ്. സാധാരണ എല്ലാ ആർട്ട് സ്കൂളും എവിടെ പോയി കഴിഞ്ഞാലും ഫൈൻ ആർട്സ് കോളേജിൽ പോലും 32 വിഷയമാണുള്ളത്. ഞാനിവിടെ 52 വിഷയം പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ഈ മേഖലയിൽ, അതായത്
BArch ഉൾപ്പെടെ, BTech ഉൾപ്പെടെ, സിവില്, ഫൈൻ ആർട്സ് ഉൾപ്പെടെ, ഫാഷൻ ഡിസൈൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ +2 കഴിഞ്ഞ് അവർക്ക് ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ അഡ്മിഷൻ കിട്ടുന്നത് ഉറപ്പാണ്. എന്തുകൊണ്ട് ഞാനിത് 10 വർഷം മുൻപേ പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ വർഷം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടി. ഇവിടെ 8 വിദ്യാർത്ഥികളാണ് വിവിധ ബറോഡ ഉൾപ്പെടെയുള്ള കോളേജുകളിൽ പഠിക്കുന്നത്. ഇവിടെ പഠിച്ച എൻ്റെ വിദ്യാർത്ഥികളാണ്. തിരുവനന്തപുരത്താകട്ടെ, തൃശ്ശൂരാകട്ടെ, എറണാകുളത്തെ ബറോഡയിലാകട്ടെ, അങ്ങനെ വളരെ ശ്രദ്ധേയമായ ഗവൺമെന്റ് കോളേജുകളൊക്കെ എൻ്റെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ 10 വർഷം മുമ്പേ ഞാൻ കുട്ടികൾ ചേരാൻ വന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണത്. ഇപ്പോൾ ഈ പറഞ്ഞ ചിത്രകലാ അക്കാദമിയിൽ 52 വിഷയം തന്നെ പഠിപ്പിച്ചു വരുന്നു. അത് പ്രധാന കാരണം കുട്ടികൾക്ക് ചിത്രകലയോടും ശില്പകലയെക്കുറിച്ചുള്ള നല്ലൊരു ധാരണയും പിന്നെ ഈ മേഖലയിൽ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ള എന്താ പറയുക, എന്നെ പോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചെയ്യുന്നത് മറ്റവരിൽ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ദേശീയ അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏക സ്ഥാപനം ഈ ചിത്രകലാ അക്കാദമിയാണ്. അല്ല, ഈ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ട രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പിന്തുണ എങ്ങനെയാണ്? പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പരിപാടിയിലെല്ലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും ഇവിടുത്തെ പരിപാടിയിൽ ആയിരുന്നു. അതുപോലെ തന്നെ MP ആയാലും MLA ആയാലും ഏത് പരിപാടി കൂടെ വരാറുണ്ട്. തീർച്ചയായും പീലിക്കോട് പഞ്ചായത്ത് ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയുണ്ടായി. പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്, കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും? സർക്കാർ ഇപ്പോ ചിത്രകലാ അക്കാദമിക്ക് ഈ ഫൈൻ ആർട്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് തുടങ്ങാനുള്ള അനുമതി തന്നു. അതിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം എന്ന് പറയുന്നത് ഫൈൻ ആർട്സ് തുടങ്ങാൻ വേണ്ടി ഈ ചിത്രകലാ അക്കാദമിയാണ്. അല്ല, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനമാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ മറ്റു സ്ഥാപനങ്ങളില്ല. ഒരുപാട് പിന്തുണയും പ്രോത്സാഹനവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ വേണ്ടുന്ന, അത് വേണ്ട രീതിയിൽ ജനങ്ങൾ അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അധികൃതർ അത് ജനങ്ങളിലേക്ക് എത്തിക്കാത്തതുകൊണ്ടാണോ? നമ്മൾ നാട്ടിൽ ഇതിന് പുറത്ത് വലിയ വിലയുണ്ട്, പക്ഷെ നാട്ടിൽ ഇതിന് അത്രത്തോളം വിലയുണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക അങ്ങേക്കും തോന്നി? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഒന്ന്, ജനങ്ങള് ഈ മേഖല, ഈ സാംസ്കാരിക മേഖല, പ്രത്യേകിച്ച് ചിത്രശില്പകലയെ കുറിച്ചിട്ട് വലിയ വേണ്ടത്ര അറിവുണ്ടെന്ന് എനിക്ക് വിശ്വാസം. ഒരുപക്ഷെ ഇപ്പൊ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇത്രയും വലിയൊരു സ്ഥാപനമാണോ ഈ ഇതിലൂടെ എത്രയോ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും വലിയൊരു സ്ഥാപനം ചമ്പ്രകാനത്ത് കയ്യൂർച്ചിമേനി പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗത്ത് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനൊരു സ്ഥാപനം ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാവില്ല. ഇല്ല, കാരണം നോക്ക്, 2017 ദേശീയ സാംസ്കാരിക ഉത്സവത്തില് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയുള്ള സ്ഥാപനം ഇതാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയാണ് ബാലശില്പിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 12 അവാർഡാണ് ഈ 10 വർഷത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിൽ കിട്ടിയത്. കേരളത്തിലെ ആകെ ശില്പകലയിൽ ഇന്ത്യയിൽ 6 ആളുകൾക്കേ കിട്ടുള്ളൂ. അപ്പൊ 6ല് ഈ 12 വർഷം കിട്ടുന്നത് ഇവിടെയാണ്, കേരളത്തിലത്തെ വിദ്യാർത്ഥി ഇവിടെയാണ്. അങ്ങനെ ഒരു സ്ഥാപനം നമ്മളിതിനെ വലിയ രീതിയിൽ മറ്റു വാർത്തകൾക്കൊന്നും പിന്നിൽ പോയിട്ടില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് സാഹിത്യ ലോകത്ത് ഇപ്പം പവനന്റെയും KT-യുടെയും കാര്യം പറഞ്ഞു. അതുപോലെ കുഞ്ഞുണ്ണി മാഷ് അങ്ങുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം, പോയ കുഞ്ഞുണ്ണി മാഷും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് സാറൊക്കെ അങ്ങുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. സാറ് കണ്ണൂർ വന്നാലേ എൻ്റെ അടുക്കാണ് താമസിക്കാറ്, കുഞ്ഞുണ്ണി മാഷ്. അതുമാതിരി ONV സാറായിട്ട് എൻ്റെ ചിത്രശില്പ പ്രദർശനങ്ങളൊക്കെ ഉദ്ഘാടനം മുൻപേ ചെയ്തിട്ടുണ്ട്. അയ്യപ്പണിക്കർ സാറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കടമനാട്ടായിട്ട് വലിയ ബന്ധമില്ല, പക്ഷെ ബന്ധമുണ്ട്. ഈ കുട്ടവത്ത് കുടുംബമായിട്ടുള്ള നല്ല ബന്ധമാണ്. ഡോക്ടർ KN കുറുപ്പ്, അദ്ദേഹമാണ് എൻ്റെ SSLC പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു തെയ്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അന്ന് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ചരിത്ര വിഭാഗത്തിന്റെ. അന്ന് എന്നോട് ശില്പം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു 11 വീടിന്റെ ശില്പം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ONV-യും കുഞ്ഞുണ്ണി മാഷും ഒക്കെ അങ്ങനെയായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിലേക്കുള്ള ആ ഒരു അടുപ്പത്തിന്റെ അത് സുമാർ അഴീക്കോട് ഉൾപ്പെടെ എത്രയോ കത്ത് സുമാർ അഴീക്കോട് സാറിന്റെ അന്വേഷണമുണ്ട്. പല ഈ ജാതി മത വർഗീയത അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ ആളുകൾക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ക്ഷേത്രം. അതെ, അവർക്കൊക്കെ കലയെക്കുറിച്ച് അവരുടെ ഏതെങ്കിലും കവിതയോ അല്ലെങ്കിൽ അവരുടെ ONV-യുടെ ഏതെങ്കിലും കവിത അങ്ങയുടെ ചിത്രമായിട്ടോ അല്ലെങ്കിൽ ശില്പമായിട്ടോ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ONV-ന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള ഒരു കവിത എന്നെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. മറ്റേ MT-യുടെയോ അല്ലെങ്കിൽ OV വിജയന്റെ ഒക്കെ നോവലോ ബഷീറിന്റെ ഒക്കെ കഥാപാത്രങ്ങളോ ഒന്നും? OV വിജയന്റെ ഇത് ചെയ്തിട്ടുണ്ട്. മറ്റത് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ചില ഇപ്പൊ മുകുന്ദന്റെ നോവലൊക്കെ, മയ്യഴിപ്പുഴ നോവലൊക്കെ ഇതുപോലെ ശില്പമായിട്ട് മയ്യഴിയിലുണ്ടല്ലോ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള വർക്ക് ഇപ്പം നമ്പൂതിരി MT-യുടെ രണ്ടാമൂഴത്തിന്റെ ഒരു
ചിത്ര അല്ല അത് ചെയ്യാനുള്ള സമയം അതുപോലുള്ള ഒരു സംഭവം ഇല്ല, അതിനുള്ള സമയം. കാരണം ഇത്രയും കാലം മെഡിക്കൽ കോളേജ് ഇപ്പം സർവീസ് തന്നെ 34 വർഷം നിന്നു. പിന്നെ ഇതിനിടയിൽ കുറെ വേറെ പല ഭാഗത്തും പോയി. മനസ്സിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്? ഏതെങ്കിലും മലയാളത്തിലെ ഏതെങ്കിലും പ്രഖ്യാതമായ നോവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിതയോ ഇതുപോലെ ചിത്രത്തിലൂടെയോ അല്ലെങ്കിൽ ശില്പത്തിലൂടെയോ ഒരു പരമ്പര പോലെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നത് അത് ചെയ്ത സമയത്ത് പറയാൻ വെച്ചിട്ടാണ്. അപ്പൊ അത് ചെയ്യും. സ്വപ്ന പദ്ധതിയാണ്. വലിയ സ്വപ്നങ്ങളുണ്ട്. അത് ഇത് ഇന്നത്തെ സ്വപ്നങ്ങളല്ല, ഒരു 30 വർഷം മുൻപേയുള്ള സ്വപ്നങ്ങൾ ഇനിയാണ്. അതിന് യഥാർത്ഥത്തില് ചന്ദ്രമുട്ടത്ത് നിങ്ങളാണ് പൊടി തട്ടിയത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ വൈദ്യശാസ്ത്ര മേഖലയിലും അതൊക്കെ ഞാനിപ്പോ ഒരു വാക്ക് വേണം പറയാം. ചിത്രകലയിലെ വൈദ്യശാസ്ത്രം ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ലോകത്ത് ഞാൻ തന്നെയായിരിക്കും. അതിന്റെ പണിപ്പുരയിലാണ് ഞാനുള്ളത്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലെ സാഹിത്യം എന്ന സാധനം കേരള സാഹിത്യ അക്കാദമി മെമ്പറായിരുന്ന സംഭവം ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അത് OV വിജയൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് ആ പരിപാടി നടത്തുകയും ചെയ്തു. പക്ഷേ ചിത്രകലയിലെ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പരിപാടിയല്ല. അത് ദീർഘമായി വൈദ്യശാസ്ത്രവും ചിത്രകലയും തമ്മിൽ എന്താണ് ബന്ധം, വൈദ്യശാസ്ത്രയും ശില്പകലയും തമ്മിൽ എന്താണ് ബന്ധം, എങ്ങനെയാണ് നമ്മളെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നത്, നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, നമ്മൾ പ്രഷർ എങ്ങനെ കുറക്കാം, ഷുഗർ എങ്ങനെ കുറക്കാം, ഇതുപോലും ചിത്രകലയിലും ശില്പകലയിലും സാധ്യമാകും എന്നത് എന്റെ അന്വേഷണമല്ല. എനിക്കതിന് വലിയൊരു സംഭവം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചിത്രകല പഠിപ്പിക്കുന്നു. എന്തിനു പറയാ, പരീക്ഷ നടത്തി വിജയിച്ചു. അത് MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചിത്രകല പഠിച്ച വിദ്യാർത്ഥികൾ സർജറി ചെയ്തപ്പോൾ സർജറി പാടുകളില്ല. അത് ചിത്രകല പഠിക്കാത്ത വിദ്യാർത്ഥികൾ MBBS കഴിഞ്ഞ് സർജറി ചെയ്തിരിക്കാൻ പാടുകളുണ്ട്. അപ്പൊ ഫിൻലാൻഡ് യൂണിവേഴ്സിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ചിത്രകല വളരെ ഇമ്പോർട്ടൻസ് ആണ്. ജപ്പാനില് 10-30 വർഷം മുൻപേ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആർട്ടിസ്റ്റ് ഈ പ്ലാസ്റ്റിക് സർജന്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്നാലേ ജപ്പാനിൽ ചെയ്യുള്ളൂ. നമ്മുടെ നാട് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ അങ്ങ് ഈ രാജാ രവിവർമ്മയുടെ ശില്പം തിരുവനന്തപുരത്ത് രവിവർമ്മയായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. രവിവർമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബം മാവേലിക്കരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കിളിമാനൂർ കൊട്ടാരവുമായിട്ട് നല്ല ബന്ധമുണ്ട്. കിളിമാനൂർ കൊട്ടാരത്തിന് അദ്ദേഹത്തിന്റെ ഈ ശില്പരചനയ്ക്ക് ശേഷമാണോ ആ ബന്ധം ഉണ്ടായത്? എല്ലാ ശില്പരചനയ്ക്ക്. ഈ രാജാരവിവർമ്മയുടെ ശില്പം അല്ല ഇത് രാജാരവിവർമ്മയുടെ ആയിട്ട് ബന്ധം അതിന് മുൻപേ ഉണ്ട്. ഞാനത് പഠിക്കുന്ന കാലത്തെ മാവേലിക്കരയൊക്കെ പോയി അങ്ങനെ ഈ രവിവർമ്മയുടെ ഭാര്യ അവരുടെ ആ കൊട്ടാരങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പിന്മുറക്കാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും കലാകാരന്മാർ തന്നെയാണ്. അപ്പോൾ രാജാരവിവർമ്മയുടെ വീടിന് മുൻപുള്ള രാജാരവിവർമ്മ ആർട്ട് ഗാലറിക്ക് മുന്നിൽ കേരള സർക്കാരിന്റെ നാഷണൽ ക്യാമ്പിൽ എന്നോട് ശില്പം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെയ്തിരിക്കുന്നത് രാജാരവിവർമ്മയുടെ കവിത എന്നൊരു ശില്പമാണ്. അത് 12 അടി വലുപ്പമുള്ള ശില്പമാണ്. അങ്ങനെ ചെയ്യാൻ കാരണം രവിവർമ്മയുടെ കവിത എന്ന് പറയാൻ രവിവർമ്മയുടെ കുറിച്ച് പൊതുസമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള രവിവർമ്മ കൊട്ടാരത്തിനകത്ത് ഒരു ക്യൂറേറ്റർ ഉണ്ട്. ആ ക്യൂറേറ്ററുടെ പേര് കവിത എന്നാണ്. അവൾക്ക് 27 വയസ്സുള്ളപ്പോൾ അവൾക്ക് ക്യാൻസർ വന്നു. പക്ഷെ അവിടെ ക്യാൻസർ മറന്നുകൊണ്ടാണ് രവിവർമ്മയെ കുറിച്ച് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര പറഞ്ഞാലും അവൾക്ക് വാക്കുകൾ എന്താ പറയാ പിന്നിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് രവിവർമ്മയെ കുറിച്ചുള്ള വരികൾ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ശില്പം ചെയ്യുന്നതാണ് നല്ലത്. കാരണം രവിവർമ്മയെ കുറിച്ച് ഇത്രമാത്രം ഉള്ളിൽ തട്ടി പറയുന്ന കവിത. അപ്പൊ രവിവർമ്മയും കവിതയും കണക്ട് ചെയ്തുകൊണ്ട് രാജായ രവിവർമ്മയുടെ കവിത എന്നൊരു ശില്പം ചെയ്യാം എന്ന് ഞാൻ ധരിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1000 രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ ബുക്കുകൾ പേറി നടക്കുന്ന ഒരു വനിതയാണ് ആ ശില്പം. അതാണ് രാജായ രവിവർമ്മയുടെ കവിത എന്ന് പറയുന്ന പെൺകുട്ടിയും ഒപ്പം ഈ ബുക്കുകളിൽ രാജായ രവിവർമ്മയുടെ ഓരോ ചിത്രങ്ങളും കവിതയാണ് എന്നതും കൂടി എന്റെ സങ്കല്പം. അങ്ങനെ ഒരു അനേകായിരം ബുക്കുകൾ പേറി നടക്കുന്ന ഒരു ശില്പമാണ് രാജായ രവിവർമ്മ ആർട്ട് ഗാലറിയുടെ മുന്നിലുള്ള ശില്പം. അതാണ് അത് അങ്ങയുടെ ഒരു മാസ്റ്റർ പീസ്. അതും അതെ. അതുപോലെ രാഷ്ട്രപതി ഭവനിലുള്ളത് ബംഗല ശില്പമാണ്. അത് ഡോക്ടർ ശങ്കർദയാൽ ശർമ്മക്ക് കേരളത്തിന് വേണ്ടി ഒരു മൊമെന്റോ നൽകാൻ വേണ്ടി കേരള സർക്കാർ തീരുമാനിക്കുകയും അത് ഏറ്റവും മനോഹരമാകണം എന്ന് ധാരണയുടെ ഭാഗമായിട്ട് അതിന്റെ ചുമതല മാരാർ സാറിനായിരുന്നു, KK മാരാർ സാറിന്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അന്വേഷിച്ച് അവസാനം കാസർഗോഡ് എത്തുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ രാഷ്ട്രപതിക്ക് നാഷണൽ അവാർഡിന് കൊടുത്തൊരു ശില്പമുണ്ട്. ആ ശില്പം ഇപ്പോഴ്
തിരുവനന്തപുരം വികാസ് ഭവനിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത് കിട്ടാൻ എനിക്ക് തരുന്നില്ല. അത് കാരണം ഒരു പേപ്പർ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഡോക്യുമെന്റ് കറക്റ്റ് ഉണ്ടെങ്കിലേ ശില്പം തരുള്ളൂ എന്നായിരുന്നു വികാസ് ഭവനിന്ന് അവർ പറഞ്ഞത്. അവസാനം മാരാർ സാറ് അതിലിടപെട്ടുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കാസർഗോഡ് കലക്ടർ കാണുകയും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നേരെ തിരുവനന്തപുരം പോയി വികാസ് ഭവനിൽ നിന്ന് ആ ശില്പം പിറ്റേ ദിവസം തന്നെ വാങ്ങിയിട്ട് വരികയും അത് കേരളത്തിന്റെ ഏറ്റവും നല്ല മൊമെന്റോ ആയി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വെച്ച് രാഷ്ട്രപതിക്ക് നൽകി. അത് വലിയൊരു വാർത്തയായിരുന്നു. ആ വാർത്ത തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ ഇന്റർവ്യൂവിന് പോയാലും ആ കട്ടിങ്സ് കാണിച്ചാൽ എവിടെയും ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആയിരുന്നു. അപ്പോ അങ്ങയുടെ ഈ കലാവഴികളെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. അപ്പൊ ഇനിയും ഒരുപാട് അനുഭവങ്ങളൊക്കെ പറയാനുണ്ടോ? പല കാലം ഏകദേശം 4.5 പതിറ്റാണ്ട് കാലത്തെ കലാജീവിതമാണ്. അപ്പൊ അത് ഒരുപാട് ഒരു 2 മണിക്കൂറിലൊന്നും ഒതുക്കാൻ പറ്റുന്നതല്ല. അതിലേറ്റവും ഒരു ഞാൻ പൊതുസമൂഹത്തിനോട് പറയുന്നത്, ഒരു കുട്ടി ഒരു കാക്കേനെ വരച്ച് കാക്കയെ പോലെ ആയാൽ നല്ല ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റാണ് എന്നാണ് പറയാനുള്ളത്. ഒരു പൂച്ചയെ വരച്ചാൽ പൂച്ച നന്നായി പൂച്ചയെ പോലെ ആയാൽ അച്ഛനും അമ്മയും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കും, നല്ല ചിത്രകാരനായി നല്ല പൂച്ചയായി എന്നുള്ളതാണ്. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം അതല്ലേ അല്ല, അതൊരു ക്രാഫ്റ്റ് മാത്രമാണ്. ഏതൊരാൾക്കും 1, 2, 3 മാസം പ്രാക്ടീസ് ചെയ്താൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വരക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഒന്നും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ക്രാഫ്റ്റ് ഒരു സെക്ഷൻ മാത്രമാണ്. ആർട്ടിന്റെ വിവിധ തലങ്ങളുണ്ട്. അതുമാതിരി ജോമെട്രിക്കൽ ഡ്രോയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ഇവിടെയുണ്ട്. ഇതെല്ലാം ഓരോ സബ്ജക്റ്റാണ്. അതുകൊണ്ട് രക്ഷിതാക്കന്മാര് ഒരു ആളെ നോക്കി വരച്ചു കഴിഞ്ഞാൽ അയാൾ വലിയൊരു കലാകാരനാണ് എന്ന രീതിയിൽ കാണരുത്. അതവരുടെ ക്രിയേറ്റിവിറ്റി അല്ല, അവരുടെ ക്രാഫ്റ്റ് മാത്രമാണ്. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മലയാളം പഠിച്ചു, കവിതയിലായാലും എല്ലാവരും മലയാളം പഠിച്ചു. എത്ര ആൾ കവിത എഴുതും? തുല്യാത്മകമായ അതിലൊരു അർത്ഥം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനൊരു ആവുള്ളൂ. അപ്പൊ ഒരുപാട് ആളുകൾ മലയാളം പഠിച്ചുകൊണ്ട് കവികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ക്രാഫ്റ്റ് പഠിച്ചുകൊണ്ട് അവർ ആരും ആർട്ടിസ്റ്റുകളല്ല. ഒറ്റ നേരിട്ട് ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ കാണുമ്പോ തന്നെ അത് അതിന്റെ അതേ പകർപ്പ് ആവുമ്പോ അതൊരു ഫോട്ടോഗ്രാഫി പോലെ അത്രേ ഉള്ളൂ. അതിൽ വേറെ എന്തെങ്കിലും ഒരു സംഭാവന ഇത് ബേസ് മാത്രമാണ്. ഈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബേസ് മാത്രമാണ്. ഏതായാലും അങ്ങയുടെ കുടുംബ വിശേഷങ്ങൾ കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവും പ്രേക്ഷകർക്ക്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛൻ എം വി രാമൻ ആചാരി. അദ്ദേഹം 2ാം ലോക മഹായുദ്ധ സേനാനിയായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 25 വർഷമായി. അച്ഛൻ്റെ അച്ഛൻ ഞങ്ങളെ കുടുംബപരമായ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ തൃക്കരിപ്പൂര് ശ്രീകുർബ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട്. ഏകദേശം ഒരു 600-800 വർഷത്തിനിടയിൽ ഉള്ള ചരിത്രം, അത്രയും കാലഘട്ടത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുന്ന ശില്പങ്ങൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ട് കാരണവന്മാരുടെ എല്ലാ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ശില്പവും അവിടെയുണ്ട്. അപ്പോൾ ചോഴമണ്ഡല രാജാക്കന്മാരുടെ ശില്പവേലകൾ ചെയ്ത ശില്പ കുടുംബത്തിലെ പാരമ്പര്യമാണ് എന്നാണ് പറയപ്പെടുന്ന ആ ചരിത്രങ്ങളിൽ കാണുന്നത്. അമ്മ നാരായണിയാണ്, പഴയങ്ങാടിയായിരുന്നു സ്വദേശം. അമ്മ മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ സഹധർമ്മിണിയുടെ പേര് ഉഷയാണ്. ഉഷ പെരിയാർ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിൽ മെഡിക്കൽ ബോർഡ് സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കോളേജിലുണ്ട്. അവരുടെ ഒരു പിന്തുണ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ? നല്ല പിന്തുണയാണ്. നല്ല എല്ലാ കാര്യത്തിലും വളരെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. ഏതെങ്കിലും കലാരംഗത്ത് ഉണ്ട്. ആ കൊറോണ സമയത്ത് 21 ശില്പങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. അത് വളരെ നല്ല ശില്പങ്ങളുണ്ട്. ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ശില്പങ്ങളെല്ലാം ചെയ്തു. മക്കള് ഒരു ചിത്രരാജ്, ഒരു ശില്പരാജ്. ഒരു ചിത്രവും ഒരു ശില്പവും. അവരെന്താ ചെയ്യുന്നത്? ചിത്രരാജ് ഈ മേഖലയിൽ ഞാൻ പറഞ്ഞില്ലേ, ദേശീയ സ്കോളർഷിപ്പ്, ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പ് നേടിയ കക്ഷിയാണ്. അദ്ദേഹം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അത് നേടി. ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞു. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു. അപ്പം ബിടെക്കിന് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മൂത്ത മകൻ MSW ആണ്, സോഷ്യൽ വർക്ക്. PG ശില്പരാജ്. PG കഴിയാൻ 1 മാസം മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലെ സോഷ്യൽ വർക്കറാണ് ശില്പരാജ്. സഹോദരങ്ങള് ഒരു ജ്യേഷ്ഠനും 3 അനുജനുമാണ്. ഒരാൾ മിലിറ്ററിക്കാരനാണ്. ബാക്കി 2 ഒരാള് ക്രാഫ്റ്റ് വർക്ക് കൊത്തുപണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാള് ക്ഷേത്ര ശില്പങ്ങൾ മാത്രമാണ്, ദാരുശില്പങ്ങൾ. മാമാൻ ഉൾപ്പെടെ ഈ കർണാടക മുതൽ കോഴിക്കോടിനുള്ള നിരവധി ശില്പങ്ങൾ. ഏകദേശം 20 വർഷമായി ശില്പ ബുക്കിംഗ് ആണ്. ഇനിയും ഇപ്പൊ മാമാൻ തന്നെ 15 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല.
അവിടെ 22 ശില്പങ്ങൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശില്പങ്ങളാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ 22 ക്ഷേത്രങ്ങളുടെ ശില്പങ്ങൾ ഇപ്പൊ അവിടെ ചെയ്തു. ഇപ്പൊ ഇവിടെയൊക്കെ ഈ ചെറുത്തൂരും വിവിധ കർണാടക ഉൾപ്പെടെ ചെയ്യുന്നത് അവനാണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് പറയാറുണ്ട്, പിന്നെ പഴയകാലത്ത് സ്ഥപതി കുടുംബം തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും 5-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ചോള ഭരണ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്ന ആ സ്ഥപതി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ജ്യേഷ്ഠനുണ്ട്. അതുപോലെ അങ്ങും അതുപോലെ ശില്പരംഗത്ത് സജീവമായിട്ടുണ്ട്. അപ്പോൾ ഏറെ സമയം നമുക്ക് ഈ കാവ്യ സൗഹൃദ വേദിയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ലുണ്ട്. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമാണ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ. നമ്മുടെ ചിത്ര ശില്പകലാ രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ മഹനീയ വ്യക്തിത്വം. ജില്ലയിൽ തന്നെ എത്ര പേർക്ക് ഇദ്ദേഹത്തിന്റെ സർഗ വഴികൾ അറിയാം എന്നത് ഒരുപക്ഷെ ഇന്ന് ഈ അഭിമുഖം കാണുമ്പോൾ പലർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. രവീന്ദ്രൻ തൃക്കരിപ്പൂരിന് ഇനിയും ഏറെ സഞ്ചരിക്കാനുണ്ട്. റിട്ടയർമെന്റിന് ശേഷം വളരെ സജീവമായി ചിത്ര ശില്പകലാ രംഗത്ത് തൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ചെമ്പ്രകാനത്തുള്ള ചിത്ര ശില്പകലാ അക്കാദമിയിൽ 100-ലധികം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പല ദേശത്തുള്ളവർ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗത്തിലുള്ളവർ. ഒരുപാട് ശിഷ്യസമ്പത്തുള്ള രവീന്ദ്രൻ തൃക്കരിപ്പൂരിൻ്റെ കലാവഴികളിലെ ശില്പകലാ വഴികളിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാവ്യ സൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കലാരംഗത്തെ, സാഹിത്യരംഗത്തെ മറ്റൊരു അതിഥിയുടെ കലാവഴികളിലൂടെ നമുക്ക് ഈ സർഗ സംവാദ വേദിയിൽ സഞ്ചരിക്കാം. നന്ദി, നമസ്കാരം. Information.